സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഒരാൾക്ക് പണം ആവശ്യമാണ്. ചാണക്യൻ ഒരു മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്നു. കൂടാതെ അദ്ദേഹം തന്റെ ചാണക്യ നീതിയിൽ പണത്തെക്കുറിച്ച് നിരവധി പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ധനികനിൽ നിന്ന് ദരിദ്രനിലേക്ക് മാറാൻ അധികം സമയമെടുക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക നാശത്തിന് കാരണമാകുന്ന ചില ഘടകങ്ങളെ ചാണക്യ നീതി പരാമർശിക്കുന്നു. പണത്തിന്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചും അദ്ദേഹം പഠിപ്പിക്കുന്നു. പണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പ്രധാന കാര്യങ്ങളാണ് ചാണക്യൻ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. പണം പൂട്ടിവയ്ക്കരുത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ധനികൻ ഒരിക്കലും തന്റെ പണം ഒരു സേഫിൽ പൂട്ടിയിടരുത്. പകരം അവൻ അത് ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കണം. ആളുകൾ കുമിഞ്ഞുകൂടുന്ന പണത്തിന്റെ മൂല്യം അധികകാലം നിലനിൽക്കില്ല. ആ പണത്തിന്റെ മൂല്യം പതുക്കെ കുറയുന്നു. മറുവശത്ത് നല്ല സ്ഥലത്ത് പണം നിക്ഷേപിക്കുന്നത് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തെറ്റായ വഴി സ്വീകരിക്കരുത്. അനീതിയുടെ പാതയിൽ നടക്കുന്ന ഒരാളുടെ കൈവശം പണം ഒരിക്കലും നിലനിൽക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. ദുഷ്ടന്മാർക്ക് ധാരാളം പണം ലഭിക്കാൻ തുടങ്ങിയാൽ അവരുടെ നാശം ഉറപ്പാണെന്ന് അറിയുക. ജീവകാരുണ്യ മനോഭാവം സ്വീകരിക്കുക. ദാനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ചാണക്യൻ പറയുന്നത് ഒരാൾ തന്റെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യണമെന്നാണ്. നിങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ദാനം ചെയ്യുന്നത് നിങ്ങളെ ദരിദ്രനാക്കും. അതിനാൽ എപ്പോഴും നിങ്ങളുടെ വരുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് ചെലവഴിക്കുക. നിങ്ങൾ സമ്പാദിക്കുന്നത്ര പണം ലാഭിക്കുകയും അതേ അനുപാതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക. ചെലവിൽ നിയന്ത്രണം. നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ എത്ര പണം സമ്പാദിച്ചാലും നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയില്ല. കൂടുതൽ പണം സമ്പാദിക്കുന്നത് നിങ്ങളെ സമ്പന്നരാക്കില്ല. അതനുസരിച്ച് നിങ്ങളുടെ ചെലവുകളിലും സമ്പാദ്യത്തിലും നിങ്ങൾ തുല്യ നിയന്ത്രണം പാലിക്കണം. സമ്പാദിച്ച സമ്പത്ത് ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും ഉപയോഗിക്കേണ്ടത് പ്രധാനമാണെന്നും ചാണക്യൻ പറയുന്നു. പണത്തിൽ അഹങ്കരിക്കരുത്. ഒരു വ്യക്തി തന്റെ അഹങ്കരിക്കരുതെന്നും പണത്തെക്കുറിച്ച് സ്വഭാവത്തിൽ എപ്പോഴും വിനയം ഉണ്ടായിരിക്കണമെന്നും ചാണക്യൻ പറയുന്നു. പണം ലഭിച്ചാലുടൻ അഹങ്കാരം മനസ്സിൽ കടന്നുവരാൻ അനുവദിക്കരുത്. അഹങ്കാരം നിങ്ങളുടെ ബുദ്ധിയെ ദുഷിപ്പിക്കുകയും അത് ഒരാളുടെ സമ്പത്തിനെ വേഗത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അഹങ്കാരം ഒഴിവാക്കുകയും നിങ്ങളുടെ പെരുമാറ്റം എളിമയോടെ നിലനിർത്തുകയും ചെയ്യുക. ലക്ഷ്യം വ്യക്തമായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുകയും അവ നേടിയെടുക്കുന്നതിനായി ഒരു വ്യക്തമായ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തെളിയിക്കപ്പെടും. വ്യക്തമായ ദിശാബോധം ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മുന്നോട്ടു പോകാനും നിങ്ങളെ സഹായിക്കും. നല്ല അകമ്പടി. പണത്തിന്റെ യഥാർത്ഥ മൂല്യം അറിയാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കേണ്ടത് പ്രധാനമാണ്. ഒരേ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും പങ്കിടുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക. നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം.